മനോഹരമായ ഈ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ഈ നാട്ടിലെ അവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ നമ്മൾ ഈ ഗ്രാമം ആസ്വദിച്ച് വരുന്ന വഴിക്കാണ് നമ്മളൊരു സൗഹൃദം കണ്ടത്. അപ്പോൾ ഈ സൗഹൃദത്തെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ഒന്ന് ചോദിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേനും നമ്മുടെ ജിബിൻ ചേട്ടൻ്റെ പോത്തിനെ കണ്ടു. കേട്ടോ, ഇതിൻ്റെ പേരെന്താ? ഈ പോത്തിൻ്റെ ഇടിക്കോ? ഇല്ല. നമുക്ക് ഈ പോത്ത് കൃഷിയെ പറ്റി അറിയാൻ ഒരാഗ്രഹം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിനെന്താണ് തിന്നാൻ കൊടുക്കുന്നത്? ഇതിന് പുല്ല് കൊടുക്കും, പിന്നെ ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്ക കൊടുക്കും, പുളിയരി, പരുത്തി, അതൊക്കെയാണ് ഇതിൻ്റെ ആഹാരം. പിന്നെ ഈ ആറ്റിലെ പുല്ല് നാട്ടിൽ കൊണ്ട് കിട്ടും, വൈകിട്ട് അടിച്ചോട്ട് പോകും. വൈകുന്നേരം വരെ ഇത് കിടന്നോളും. അപ്പോൾ നമുക്ക് ചിലവ് എന്തായാലും ഒരു ദിവസം ചിലവ് വരുന്നുണ്ട്. ഇപ്പോൾ ചിലവ് നല്ലപോലെ ചിലവുണ്ട്. കാരണം പരുത്തിയൊക്കെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ തീറ്റി കൂട്ടി കൊടുക്കുന്നുണ്ട്. പരുത്തിയൊക്കെ നല്ല രീതിയിൽ 2 കിലോ മിച്ചം പരുത്തി കൊടുക്കുന്നുണ്ട് ഡെയിലി. ഇതിപ്പം എത്ര കിലോ ആണ് ഏകദേശം? ഇതിപ്പം തൂക്കം അങ്ങനെ പോലെ 250 കിലോയ്ക്ക് മുകളിലോട്ടുണ്ട്. നിങ്ങൾ എത്ര രൂപയ്ക്ക് മേടിച്ചതിന്? ഇതിന് 140 രൂപ കിലോ റേറ്റിന് കോട്ടയം മുറ ഫാം, മാനത്തൂരുള്ള കോട്ടയം മുറ ഫാമിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പം മേടിച്ചിട്ട് 17 മാസമായി. 17 മാസം കഴിഞ്ഞതിന് മുമ്പത്തെ ഡിസംബർ 16-ാം തീയതി മേടിച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ആയപ്പം 1 വർഷമായി. അപ്പോൾ ഇതിപ്പോൾ മെയ് മാസമല്ലേ, 17 മാസമായി മേടിച്ചിട്ട്. 145 രൂപ വിലയ്ക്ക്, 140 ആണോ 145 ആണോ അറിയില്ല. അന്ന് 192 കിലോ ആയിരുന്നു ലൈവ് വെയിറ്റ്. 192 കോട്ടയം മുറ ഫാമിൽ നിന്ന് മേടിച്ചാൽ 194 കിലോ. ഇപ്പോൾ ഏകദേശം 250 കിലോയോളം മേലുണ്ട് ലൈവ് വെയിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 700-800 കിലോയിലും കാണുമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അങ്ങനെ ലൈവ് വെയിറ്റ് നമ്മൾ ഇതുവരെ തൂക്കി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. ലൈവ് വെയിറ്റ് 700-800 കിലോയിൽ അങ്ങനെ പോയാലും മുന്നോട്ടുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി ഈ പോത്ത് കൃഷി തുടങ്ങിയിട്ട്? മൊത്തത്തിൽ കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-8 വർഷമായി. ഇതിനിപ്പോൾ എത്ര വയസ്സ് പ്രായം കാണും? ഇതിനിപ്പോൾ ഒരു 2-2.5 വയസ്സ്. 2.5 വയസ്സ് പ്രായം കാണും. 194 കിലോ, ഒരു വയസ്സോളം പ്രായം കാണുമായിരിക്കും. വാങ്ങിയത്. 17 മാസമായി. ഇപ്പോൾ ഇതിനെ നിങ്ങൾ വിൽക്കാനായിട്ട് വെച്ചേക്കാണോ അതോ എങ്ങനെ? കൊടുക്കാൻ വേണ്ടിയാ. റേറ്റ് ഒക്കെ എങ്ങനെയാ പറയുന്നത്? നമ്മൾ 1.25 രൂപ ചോദിക്കുന്നത്. 1.25 രൂപ. അപ്പോൾ 1.25 രൂപയ്ക്ക് നമ്മുടെ അപ്പുവിനെ വിൽക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിരിക്കാം. അപ്പോൾ ജിബിൻ ചേട്ടനെ നേരിട്ട് വിളിക്കാം. ജിബിൻ ചേട്ടൻ്റെ നമ്പർ നമ്മൾ കൊടുത്തേക്കാം. എന്തായാലും ഉപകാരം, നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് കുറേ പേർക്കെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ. ഇപ്പം 1.25 രൂപയ്ക്ക് ഇപ്പം പെരുന്നാളൊക്കെ അടുത്ത് വരുന്ന സമയമാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങാൻ 1.25 രൂപയ്ക്കല്ലേ? ഈ പോത്ത് കൃഷി എങ്ങനെയുണ്ട്? ലാഭകരമാണോ? അതോ? പോത്ത് കൃഷി എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർ വളർത്തുന്നത് എനിക്കൊണ്ടിരിക്കും. കാരണം കൈത്തീറ്റിയൊക്കെ അധികം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വലിയ മെച്ചമൊന്നും ഉള്ളതല്ല. അല്ല, വീട്ടിലൊക്കെ വളർത്തി വീട്ടിലെ കഞ്ഞിയും കാടിയും അങ്ങനെയൊക്കെ കൊടുത്ത് വളർത്തിയാലേ ഈ പറയുന്ന വലിയ പ്രയോജനമുള്ളൂ. പക്ഷെ അന്നേരം വളർച്ചയ്ക്കും അതിൻ്റെ മാറ്റം വരും. തീറ്റയൊക്കെ നല്ല രീതിയിൽ കൊടുത്താലേ അതിൻ്റെ വളർച്ച കിട്ടുള്ളൂ. അപ്പം ചിലർ പറയുന്നുണ്ട് ഒരു ദിവസം 1000 രൂപ 2000 രൂപ ചിലവെന്നൊക്കെ. അതൊക്കെ ചുമ്മാ പറയുന്ന നമ്മളാ ഒരു വളർച്ചയ്ക്കനുസരിച്ച് ഇത്ര തൂക്കത്തിനനുസരിച്ചുള്ള രീതി കൈത്തീറ്റൊക്കെ കൊടുത്ത് എല്ലാ സാധനം കൊടുക്കുന്നത്, പുളിമ്പൊടിയാണെങ്കിലും പരുത്തിയാണെങ്കിലും എല്ലാ സാധനങ്ങളും കൊടുത്ത് സമയത്ത് നോക്കി വെള്ളവും തീറ്റയും കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ വളർച്ച ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുടക്ക് മുതൽ ഇപ്പം നമ്മളൊരു പൈസ മുടക്കി നമ്മുടെ ചില കയ്യിൽ നിന്ന് പോയതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുമോ? അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ? തീർച്ചയായിട്ടും പറ്റും. പറ്റും. നമ്മൾ ഇതിപ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മുടെ ഇന്ന് മുടക്കുന്നു, നമുക്ക് കൊടുക്കുമ്പോൾ ഒരു തുക കയ്യിലോട്ട് കിട്ടും. പിന്നെ അതിനകത്തൊരു ചെറിയൊരു തുക നമുക്ക് ലാഭമായിട്ടും കാണും. പിന്നെ നമ്മൾ ഒന്നിച്ച് മുടക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളത് അറിയുന്നില്ല. കൂട്ടി നോക്കുവാണെങ്കിലും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മെച്ചം കാണും. പിന്നെ
പിന്നെ നമ്മളൊരു പുതിയതായിട്ടൊരു പോത്തിനെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പുതിയതായിട്ട് പോത്തിനെ വാങ്ങുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോത്തിനെ വാങ്ങുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടനീളം, കാൽപ്പൊക്കം, ഷേപ്പ്, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു ഉറപ്പും വരുത്തി ഇട്ട് വേണം നമ്മൾ വാങ്ങാൻ. ഇടനീളവും കാൽപ്പൊക്കത്തിലാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ഷേപ്പൊക്കെ തല വലിപ്പം, കൊമ്പ്, അതൊക്കെയാണ് ഷേപ്പേ വരുന്നത്. അതൊക്കെ നോക്കിയാണ് വാങ്ങേണ്ടത്. പിന്നെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നമ്മൾ വിരക്കുള്ള ഗുളികയൊക്കെ കൊടുത്ത് തുടങ്ങിയാൽ മതി. വിരക്കുള്ള ഗുളിക കൊടുക്കണം അല്ലേ? വിരക്കുള്ള ഗുളിക വിര ഉണ്ടോയെന്ന് പരിശോധിച്ച് വിരക്കുള്ള ഗുളികയൊക്കെ കൊടുത്ത് വളർത്തുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഇതിനെ എവിടുന്ന എടുത്തതെന്ന് പറഞ്ഞു? ഇതിനെ നമ്മൾ കോട്ടയം മുറാഫാം എന്ന് പറയും. അതായത് ഈ തൊടുപുഴ റൂട്ടിൽ മാനത്തൂരുള്ളത് അവിടുന്ന്. പിന്നെ ബാക്കി നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ടോ? തമിഴ്നാട്ടില്ല, ഇത് മുറ ഇനത്തിൽപ്പെട്ടതല്ല. മറ്റേതൊക്കെ തമിഴ്നാട്, ആന്ധ്ര, അത് ആ കിടാക്കളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളർച്ച ഒത്തിരി കൂടുതലാണ്. നമ്മൾ ഇതിന് തീറ്റ കൊടുക്കുന്നു അതിന് തീറ്റ കൊടുക്കുന്നതും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിന് തീറ്റ കൊടുക്കാനുള്ള പ്രയോജനം ഉണ്ടാവും, അതിന് അത്രയും പ്രയോജനം ഉണ്ടാകില്ല. ഇതിന് വളർച്ച കൂടുതലുണ്ട്. അതാണ് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ? അപ്പോൾ നല്ല മേടിക്കുമ്പോൾ നല്ല ഇനത്തിലുള്ള മുറയുടെ തന്നെ കിടാക്കളെ മേടിച്ച് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ തീറ്റ കൊടുക്കുന്നതിനുള്ള പ്രയോജനം നമുക്ക് കിട്ടും. നമ്മൾ മുടക്കുന്ന മുതൽ നമുക്ക് തിരിച്ചു കിട്ടും. അല്ല നമ്മൾ ഈ ആന്ധ്ര കിടാക്കളെയൊക്കെ മേടിച്ച് വളർത്തുന്നതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. രണ്ടും ഒരുപോലെ തീറ്റ കൊടുക്കണം, വളർച്ചയിൽ നല്ല വ്യത്യാസം വരും. ഇതിനെ വാങ്ങിച്ചപ്പോൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? ഇതിനെ വാങ്ങിച്ചപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 194 കിലോ ആയിരുന്നു തോന്നുന്നു ലൈവ് വെയിറ്റ്. ഈ 140 രൂപയാണ്, 140 രൂപ റേഞ്ചിലങ്ങാണ്ടായിരുന്നു അന്ന് മേടിച്ചത്. അതുകൊണ്ട് 27,000 രൂപ കണ്ട് മിച്ചം അന്ന് മേടിച്ചപ്പോൾ. 17 മാസമായി. ഇന്നിപ്പം ഈ മെയ് 16 ആയപ്പോഴത്തേനും 17 മാസമായി. അതായത് ഡിസംബർ 16 തീയതി മേടിച്ച കൊണ്ടുവരുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു. അപ്പോൾ നമുക്ക് ദിവസം ഓർക്കാൻ പറ്റും. കഴിഞ്ഞ മുമ്പത്തെ ഡിസംബർ 16 തീയതി മേടിച്ചു. കഴിഞ്ഞ ഡിസംബർ ആയപ്പോൾ 1 വർഷമായി. ഇപ്പോൾ മെയ് ആയില്ലേ, അപ്പം 5 മാസം അവിടെ ആയി. അപ്പം 12, 5, 17 മാസമായി. ഒന്നര വർഷം ആറായി മേടിച്ചിട്ട്. മനോഹരമായ സ്ഥലവും പോത്ത് കൃഷിയെ പറ്റിയും അറിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നും തിരിച്ച് മടങ്ങി.